ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 16. കുടുംബത്തെക്കാൾ അധികം. അവങ്കൽ ഇടറിപ്പോയി. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ മുഴുസമയ പ്രൊഫസറായി ജോൺ നിയമിക്കപ്പെട്ടു. അവൻ്റെ ജ്യേഷ്ഠൻ ഡേവിഡ് ഇതിൽ സന്തുഷ്ടനായിരുന്നെങ്കിലും സഹോദരന്മാർ ചെയ്യുന്നത് പോലെ അവർ കുട്ടികളായിരിക്കുമ്പോൾ ഗുസ്തി പിടിച്ചു ജോണിനെ നിലത്തു വീഴ്ത്താറുള്ളത് പറഞ്ഞ് കളിയാക്കുന്നത് അവന് ഒഴിവാക്കാനായില്ല. ജോൺ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടു പോയിരുന്നു. പക്ഷേ അപ്പോഴും അവൻ ഡേവിഡിൻ്റെ ചെറിയ സഹോദരനായിരുന്നു. കുടുംബത്തിൽ മതിപ്പുളവാക്കാൻ പ്രയാസമാണ്. നിങ്ങൾ മശിഹ ആണെങ്കിൽ പോലും. യേശു നസ്രേത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളർന്നു വന്നവനാണ്. അതിനാൽ തന്നെ അവന് പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കാൻ അവർ പ്രയാസപ്പെട്ടു. ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ എന്നിങ്ങനെ അവർ അവനിൽ ആശ്ചര്യപ്പെട്ടു. ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് യേശു പറഞ്ഞു. ഈ വ്യക്തികൾക്ക് യേശുവിനെ നന്നായി അറിയാമായിരുന്നുവെങ്കിലും അവൻ ദൈവപുത്രനാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ നിങ്ങൾ ഒരു ദൈവീക ഭവനത്തിലായിരിക്കാം വളർന്നു വന്നത്. നിങ്ങളുടെ ആദ്യകാല ഓർമ്മകളിൽ സഭയിൽ പോകുന്നതും ഗാനങ്ങൾ ആലപിക്കുന്നതും ഉൾപ്പെടുന്നു. യേശു എപ്പോഴും ഒരു കുടുംബാംഗത്തെ പോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവനെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുവെങ്കിൽ യേശു കുടുംബത്തിൻ്റെ ഭാഗമാണ്. അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ദൈവ കുടുംബത്തിലെ നമ്മുടെ മൂത്ത സഹോദരനാണ് യേശു. ഇതൊരു വലിയ പദവിയാണ്. പക്ഷേ നമ്മുടെ അടുപ്പം അവനെ സാധാരണക്കാരനാണെന്ന് തോന്നിപ്പിച്ചേക്കാം. ആരെങ്കിലും ഒരാൾ കുടുംബാംഗമാണെന്നതുകൊണ്ട് അവർ പ്രത്യേകതയുള്ളവർ അല്ലാതാകുന്നില്ല. യേശു കുടുംബത്തിൻ്റെ ഭാഗവും കുടുംബാംഗത്തിലധികം ആയതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഇന്ന് നിങ്ങൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശു നിങ്ങൾക്ക് കൂടുതൽ വ്യക്തിപരവും കൂടുതൽ വിശേഷപ്പെട്ടവനുമായി മാറട്ടെ. ചിന്തിക്കുക, എങ്ങനെയാണ് യേശു നിങ്ങൾക്ക് കൂടുതൽ വ്യക്തിപരമായി തീർന്നത്? യേശു നിങ്ങൾക്ക് പ്രത്യേകതയുള്ളവനായി തുടരുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാനാകും? ദൈവത്തിന് മഹത്വം.